ഒക്ടോബർ മാസം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജപമാലയുടെ മാസമാണ്. നമ്മളെല്ലാവരും ഭവനങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പ്രത്യേകമായ ഒരു മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ജീവിതങ്ങളും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നത് ജപമാല ചൊല്ലിയാണ്. എന്നാൽ നമ്മുടെ ആവർത്തന വിരസത കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ജപമാലയുടെ അന്തസത്ത, ദ റിയൽ കോൺടെംപ്ലേറ്റീവ് മീനിങ് ഓഫ് ദ ഹോളി റോസറി നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് വി വിൽ ടേക്ക് എ ഷോർട്ട് ആൻഡ് ക്വിക്ക് ലുക്ക് about the mysteries and the entire content of the rosary which we recite every day. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2002 അതിശ്രേഷ്ഠമായ ഒരു ചാക്രിക ലേഖനം ഇറക്കി, റൊസാരിയം മറിയെ വെർജിനിസ്. കൊന്തയെപ്പറ്റി, ജപമാലയെപ്പറ്റി, മാതാവിനെ പറ്റിയിട്ടുള്ള അതിശ്രേഷ്ഠമായ മനോഹരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ്. അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് എടുത്ത് വായിക്കണം. അത് ഒരു 100 പേജോളമുള്ള ഒരു പുസ്തകമാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് റോസറി. അപ്പോൾ അത് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെ ഏറ്റവും ഇഫക്റ്റീവായി ചെല്ലാം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മിസ്റ്ററീസ് എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളതിനെ പറ്റി വിൽ ട്രൈ ടു ഷെഡ് സം ലൈറ്റ് ഇൻ ടു ദാറ്റ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ റോസറി നമുക്ക് ഒരു കോൺടെംപ്ലേറ്റീവ് പ്രെയറാണ്. അതിലൊരു ധ്യാനാത്മകമായിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻ്റ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമായി മാതാവിലൂടെ യേശുവിൻ്റെ രഹസ്യങ്ങളിലേക്ക്, യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക എന്നതാണ് ജപമാലയുടെ അന്തസത്ത. അപ്പം യേശുവിലേക്കുള്ള ഒരു യാത്ര, അത് മാതാവിലൂടെ നടത്തുന്ന ഒരു ഡീപ്പായിട്ടുള്ളൊരു ധ്യാനാത്മകമായിട്ടുള്ളൊരു യാത്രയാണ്. ഇറ്റ് ഈസ് എ ജേർണി. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കാലത്തെ തൊട്ട് എഴുന്നേറ്റിരുന്ന് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകും. അത് ആവർത്തന വിരസത കൊണ്ട് അതിൻ്റെ അന്തസത്ത നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെല്ലുന്ന ജപമാലയുടെ അന്തസത്ത എന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മാതാവാണ് യേശുവിനെ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും അതിശ്രേഷ്ഠമായ സക്രാരി. അപ്പോൾ യേശു രൂപപ്പെട്ടത് മാതാവിൻ്റെ ഉദരത്തിലായതുകൊണ്ട് യേശുവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം, മാതാവിനെ പറ്റി പറയുന്നത് ഷീ വാസ് ദ ബെസ്റ്റ് ഹു വാസ് കൺഫേംഡ് ടു ക്രൈസ്റ്റ്. ഷീ വാസ് ദ വൺ ഹു യുണൈറ്റഡ് കംപ്ലീറ്റ്ലി ടു ക്രൈസ്റ്റ് ആൻഡ് ഷീ വാസ് ദ വൺ ഹു കോൺസെക്രേറ്റഡ് ദ ബെസ്റ്റ് ടു ക്രൈസ്റ്റ്. നമ്മുടെ എല്ലാം ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ടു ബിക്കം കൺഫേംഡ് ടു ദ കൺഫേമിറ്റി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിലായിത്തീരുക, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. വി ഹാവ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. എന്നിട്ട് എന്ത് വേണം? അതിലൂടെ നമ്മൾ ക്രിസ്തുവായിട്ട് ഒന്നായി ചേരണം. എന്നിട്ട് എന്ത് വേണം? നമ്മൾ ക്രിസ്തുവിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വി ഹാവ് ടു കോൺസെക്രേറ്റ് അവർ സെൽസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. എവ്രിബഡി ഹാസ് ടു ഡൂ ദാറ്റ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെയും, വിശുദ്ധ കുർബാനയുടെയും, നോമ്പിൻ്റെയും, ഉപവാസത്തിൻ്റെ എല്ലാം, ജപമാലയുടെയൊക്കെ ഉള്ളിലുള്ള ആവശ്യമെന്ന് പറയുന്നത് ടു കം ഇൻ ടു കൺഫേമിറ്റി വിത്ത് ക്രൈസ്റ്റ്, ടു ബി യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ടു കോൺസെക്രേറ്റ് അവർ സെൽസ്. അപ്പോൾ ഇത് ഈ ഭൂമിയിൽ ഏറ്റവും പെർഫെക്റ്റും ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്ത വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് മാതാവിലൂടെ നമുക്ക് ഈ ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ ഇഫക്റ്റീവായിട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ജപമാലയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എ മെഡിറ്റേഷൻ ആസ് വെൽ ആസ് എ സപ്ലിക്കേഷൻ. അതിലൊരു ധ്യാനവുമുണ്ട്, ഒരു സമർപ്പണവുമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മളൊന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് മാതാവാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ. എന്തിനു വേണ്ടിയിട്ട്? To discover the mysteries of Christ and to understand the message which was proclaimed in it. അപ്പോൾ യേശുവാകുന്ന രഹസ്യത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിൻ്റെ ഉള്ളിലുള്ള സന്ദേശങ്ങൾ എന്താണ് നമുക്ക് ഗ്രഹിക്കുവാനും ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ് മാതാവ്. അപ്പോൾ മാതാവിനോട് ചേരുമ്പം മാതാവ് നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ആ പ്രചോദനം നൽകുന്നത്. ബട്ട് വിത്ത് ദ ഇൻ്റർസെഷൻ ഓഫ് മേരി ഇറ്റ് ബിക്കംസ് വെരി എഫക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിലുകളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ
ചെല്ലുന്ന പ്രാർത്ഥന ഈ ജപമാലകളിൽ നമ്മളെല്ലാ രഹസ്യങ്ങളും നമ്മൾ ധ്യാനിച്ച ശേഷം ക്രിസ്തു രഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്, അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് ദി ജോയ്ഫുൾ മിസ്റ്ററീസ്, സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ. പിന്നെ നമ്മൾ പ്രകാശത്തിൻ്റെ രഹസ്യം, യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി, അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് നമുക്കത് തിരുസഭയ്ക്ക് അതൊരു സമ്മാനമായി നൽകിയത്. പിന്നെ നമുക്കറിയാം ഈശോയുടെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, ദ സോറോഫുൾ മിസ്റ്ററീസ്. ആൻഡ് ദെൻ വി കം ടു ദ ഗ്ലോറിയസ് മിസ്റ്ററി, മഹിമയുടെ രഹസ്യങ്ങൾ, ഈശോയുടെ ഉത്ഥാനവും അതൊക്കെ. അപ്പോൾ ഈ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് യേശു ഈ ഭൂമിയിൽ വന്ന് എന്ത് മിഷൻ നമുക്ക് വേണ്ടി ചെയ്തുവോ, രക്ഷാകര പദ്ധതി, അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ അത് സന്നിഹിതമാക്കപ്പെടുന്നുണ്ടെങ്കിൽ ജപമാലയിൽ നമ്മൾ ധ്യാനാത്മകമായി അതിൽ പങ്കെടുക്കുകയാണ്. സോ വി ഷുഡ് ഹാവ് ദിസ് ഇൻ അവർ മൈൻഡ്. ഇത് പണ്ട് പറഞ്ഞു കൊടുക്കുമ്പം കൊച്ചു പിള്ളേർക്കൊന്നും ഇത് മനസ്സിലാവില്ല, അവരിങ്ങനെ പറഞ്ഞു പോകുകയാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ആസ് വി ടോക്ക് ടു ദി യങ് കിഡ്സ് ഹു ആർ 8, 9, 10 years, അവർക്കിതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വലിയ രഹസ്യങ്ങളെ പറ്റിയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ, അല്ലേ? 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കറിയാം, ഫാത്തിമയിൽ, ലൂർദിൽ, ലാസലേത്ത്, മെജുഗോറി, ഇവിടെ പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കുഞ്ഞു പിള്ളേർക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്കാണ് പല സന്ദേശങ്ങളും കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ജപമാല ചെല്ലണം, പരിഹാരം ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് മാതാവ് നല്ല വലിയവർക്ക്, നല്ല ബോധവും ബുദ്ധിയൊക്കെ ഉള്ള പിള്ളേർക്ക്, പയ്യന്മാർക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ എല്ലാം ഇത് വെളിപ്പെടുത്തി കൊടുത്താൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റില്ലേ? അവിടെയാണ് നമ്മൾ സത്യം തിരിച്ചറിയേണ്ടത്. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് ഇത്ര പ്രബലമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ, അവരിലെ ആ നിഷ്കളങ്കത, ഈ സ്വീകരിക്കുന്ന സന്ദേശം അതിൻ്റെ മുഴുവനും അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് അവർ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരിലേക്ക് നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് പ്രെയർ. എല്ലാ ധ്യാന രഹസ്യങ്ങൾ ധ്യാനിച്ച ശേഷം നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ആ മനോഹരമായ പ്രാർത്ഥന. ശിഷ്യന്മാർ ചോദിക്കും ഈശോനോട്, സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന പ്രാർത്ഥന ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ. ഈശോയുടെ ആ ഒരു പിതാവിലേക്ക് നമ്മളെ അടുപ്പിക്കുവാനുള്ള ഈശോയുടെ ആ എഫർട്ട് മനുഷ്യനായി അവതരിച്ചതിലൂടെ നമുക്ക് ആ ഒരു ബന്ധത്തിലേക്ക് പെട്ടെന്ന് വരുവാൻ സാധിക്കുന്നു. യേശു തൻ്റെ പിതാവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ ആയിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യനായി അവതരിച്ച യേശു നമ്മുടെ എല്ലാം സഹോദരങ്ങളാണ്. നമ്മൾ യേശുവിൻ്റെ സഹോദരന്മാരാണ്. സോ വി ബിക്കം യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് വി ബിക്കം യുണൈറ്റഡ് ടു ദ ഹെവൻലി ഫാദർ ത്രൂ ക്രൈസ്റ്റ്. അപ്പോൾ ഇതാണ് അവർ ഫാദർ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ ഏറ്റവും അന്തസത്ത. ഇത് നമുക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് വി കം ടു കോൾ ഗോഡ് ആബാ ഫാദർ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ പൗലോസ്ലീഹ നമുക്കത് പറയുന്നില്ലേ, നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ വി സ്റ്റാർട്ട് അവർ പ്രെയർ ഇൻ ദ സ്പിരിറ്റ് ബൈ അഡോറിങ് ആൻഡ് അക്നോളജിങ് ഗോഡ് ആസ് അവർ ആബാ ഫാദർ. അങ്ങനെ പിതാവിൻ്റെ ആ ഒരു ബന്ധത്തിലായിരിക്കുന്ന നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ വി ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് വി ആർ യുണൈറ്റഡ് ടു ഗോഡ് ദ ഫാദർ ത്രൂ ക്രൈസ്റ്റ്. അപ്പോൾ ജപമാല എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് എ ക്രൈസ്റ്റോസെൻട്രിക് പ്രെയർ, ക്രിസ്റ്റോസെൻട്രിക് പ്രെയർ ആണത്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, എല്ലാവരും പറയും ഇത് മാതാവിലേക്കുള്ള പ്രാർത്ഥനയാണോ, മാതാവിനോടുള്ള പ്രാർത്ഥനയാണോ? അല്ല, ഇറ്റ് ഈസ് എൻറ്റയർലി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ് ബട്ട് ത്രൂ മേരി. മാതാവ് ഇതിനൊരു മീഡിയാട്രിക്സായി നിന്നുകൊണ്ട് നമ്മളെ ക്രിസ്തു രഹസ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ റിയൽ പ്രസൻസ്. അപ്പം അത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ കഴിഞ്ഞ് നമ്മൾ ദ 10 ഹെയിൽ മേരീസ്, ജപമാലയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, അല്ലേ? നമ്മൾ 10 പ്രാവശ്യം ചെല്ലും. ഓരോ ജപമാല മണികളിലും നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ചെല്ലുന്നത്. ആദ്യമേ ഫസ്റ്റ് പാർട്ട് ഹെയിൽ മേരി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ നമുക്കറിയാം, അനൻസിയേഷൻ്റെ സമയത്ത്, മംഗളവാർത്തയുടെ സമയത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് മാതാവിനോട് അരുളി ചെയ്ത കാര്യമാണ് നമ്മളവിടെ അനുസ്മരിക്കുന്നത്. അതൊരു വലിയ സല്യൂട്ടേഷനാണ്. അത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ നമ്മൾ അനുഭവിക്കണം?
അതിൻ്റെ ഒരു റിയൽ പിക്ചർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് ഈസ് എ കോൺടെംപ്ലേഷൻ ഇൻ അഡോറേഷൻ ഓഫ് ദ മിസ്റ്ററി അക്കംപ്ലിഷ്ഡ് ഇൻ ദ വെർജിൻ ഓഫ് നാസറത്ത്. അതായത് പരിശുദ്ധ കന്യാമറിയത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ആ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതാണ് സല്യൂട്ടേഷൻ. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുമ്പം ആ ഗബ്രിയേൽ മാലാഖ സ്വർഗീയ വൃന്ദങ്ങളുടെ മുഴുവനും ആ ഒരു സന്തോഷം അവിടെ പങ്കുവെക്കുകയാണ്. അതിനെങ്ങനെയാണ് മാർപ്പാപ്പ പറയുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ദ വണ്ടർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, a glimpse of God's own wonderment as he contemplates his masterpiece, the incarnation of the Son in the womb of Virgin Mary. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് ക്രിസ്തു സംഭവമാണ്. അതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ അനൻസിയേഷനിൽ മാതാവിൻ്റെ ഉദരത്തിൽ ആ വചനം മാംസം ധരിക്കുന്ന ആ സംഭവം. അതിനെ സ്വർഗം മുഴുവനും സല്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആ സന്തോഷത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ പങ്കുകാരാകുന്നതിൻ്റെ ഓർമ്മയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ആ പ്രാർത്ഥന. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സൃഷ്ടികർമ്മം നടത്തുന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് മുഴുവനൊക്കെ നമ്മൾ വായിച്ചു പോയതാണ്. അതിൽ ഉൽപ്പത്തി 1:31 നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാം സൃഷ്ടിച്ച ശേഷം ഓരോ ദിവസവും ദൈവം ഓരോ സൃഷ്ടികർമ്മം നടത്തിയ ശേഷം അതിനെല്ലാം നോക്കിയിട്ട് എന്ത് പറയും? അതെല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു. God saw that all what he created was good. അപ്പോൾ ഈ ഒരു യേശുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് സൃഷ്ടികർമ്മത്തിൻ്റെ മാസ്റ്റർ പീസ്. ഗോഡ് ദ ഫാദറിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന ആ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇനീസിയേഷൻ നടന്ന ആ അനൻസിയേഷൻ്റെ സ്വർഗത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ പങ്കാളികളാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: we share in God's own wonder and pleasure. In jubilant amazement we acknowledge this miracle in history. കാലത്തിൽ പ്രവേശിച്ചു ദൈവം. ഇറ്റ് ഈസ് നോട്ട് എ മിത്ത്. നമ്മൾ കുറേ പേര് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കുറേ പ്രാർത്ഥിച്ചുണ്ടാക്കിയ ഒരു സംഭവമല്ല. ചരിത്രത്തിൽ യേശു പ്രവേശിച്ചു എന്നുള്ള ആ വലിയൊരു സത്യത്തിൻ്റെ ഒരു ജൂബിലൻ്റ് ആയിട്ടുള്ളൊരു ഓർമ്മ പുതുക്കലാണ് നമ്മൾ ഹെയിൽ മേരിയിൽ നമ്മൾ നടത്തുന്നത്. സീ ഹൗ ഡീപ്പ് ആൻഡ് ഹൗ വണ്ടർഫുൾ ആൻഡ് ഹൗ മീനിങ് ദാറ്റ് പ്രെയർ ഇസ്. എന്നിട്ട് ഈ പറയുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ലോർഡ് ഇസ് വിത്ത് യു, ബ്ലെസ്സഡ് ആർ യു എമംഗ് വിമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എലീശ പുണ്യവതിയെ കാണാൻ പോകുന്ന മാതാവ് ഫിയാത്തിൽ മാഗ്നിഫിക്കാത്തിൽ ആദ്യമേ മാതാവ് പറയുന്നതാണ്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഫ്രം നൗ ഓൺവേർഡ്സ് എവറി ജനറേഷൻ വിൽ കോൾ മീ ബ്ലെസ്സഡ്. അപ്പോൾ ആ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്ന ആ ഒരിത് ഇവിടെ വെച്ചാണത് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. ഗബ്രിയേൽ മാലാഖ വന്ന് പറയും, ബ്ലെസ്സഡ് ആർ യു എമംഗ് വിമൻ. ആ പ്രാർത്ഥന എല്ലാ ജനറേഷൻസും 2000 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓരോരുത്തരും എല്ലാ വീടുകളിലും എല്ലാ ഭവനങ്ങളിലും തിരുസഭയിലൊട്ടകയും ഈ മാതാവിനെ ബ്ലെസ്സഡ് ആർ യു എമംഗ് വിമൻ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ആ നാമത്തെ നമ്മൾ വാഴ്ത്തുന്നു. അത് ഗബ്രിയേൽ മാലാഖ അന്ന് കൊടുത്ത ആ സല്യൂട്ടേഷനാണ്. സോ ഇറ്റ് ഈസ് ഓൾ കമ്മിങ് ഇൻ ടു പാസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഇൻ ദീസ് ടൈംസ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുന്നില്ല, അത് എന്നും നിറവേറ്റപ്പെടും. അപ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് ഒരു ക്രിസ്റ്റോസെൻട്രിക് പ്രെയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ജപമാലയുടെ ഓരോ ആ വാക്കുകളും നമ്മൾ ചെല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രെയർ, അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിൽക്കുന്നത് ഏതാണ്? ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട് അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇങ്ങനെ പോകുന്ന ആ പ്രാർത്ഥന, അതിൻ്റെ ആദ്യത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ആ സെൻറ്റർ പോയിൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ജീസസ്. അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പറയുന്നതാണ് അതിൻ്റെ ഫൾക്രം. സോ ഇറ്റ് ഈസ് എ സെൻട്രിക്, ക്രൈസ്റ്റോസെൻട്രിക്. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇത് യേശുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. യേശുവാണ് അതിൻ്റെ ഫൾക്രം. ജീസസ് ഇസ് ദ സെൻറ്റർ പോയിൻ്റ് ഓഫ് ദിസ് പ്രെയർ. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ അന്തസ്സത്ത നമുക്ക് മനസ്സിലാകുക. നമ്മൾ വെറുതെ ഇങ്ങനെ ചെല്ലിപ്പോകരുത്.
പിന്നെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഹോളി മേരി മദർ ഓഫ് ഗോഡ്. ഇവിടെ നമ്മൾ തിരിച്ചറിയുകയാണ്, മാതാവിൻ്റെ ഉദരത്തിൽ യേശു ദൈവമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ മാതാവാകുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്റ്റേച്ചർ അവിടെ ഉയർത്തപ്പെടുകയാണ്. When she becomes the mother of God, it indirectly gives her the power to mediate on behalf of all the creation. യേശു നമുക്കറിയാം സൃഷ്ടാവാണ്, യേശു ദൈവമാണ്. യേശുവിൻ്റെ ആ ഒരു ദൈവത്വത്തിൽ മാതാവിന് മനുഷ്യ അവതാരം ചെയ്ത ദൈവപുത്രനിലുള്ള അവകാശവും അധികാരവും ദൈവമാതാവ് തിയോട്ടോക്കോസ് എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് മാതാവ് ഉയർത്തപ്പെടുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി മീഡിയേറ്റ് ചെയ്യാനുള്ള ഒരവകാശം അവിടെ ദൈവം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, ഷീ ഹാസ് ഗോട്ട് ദ പവർ ടു മീഡിയേറ്റ് നൗ ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ അവർ ഓഫ് അവർ ഡെത്ത്. അത്രയും ശ്രേഷ്ഠമായൊരു സ്ഥാനം മാതാവിന് കിട്ടുന്നത് ദൈവമാതാവ് എന്നുള്ള ആ പദവിയിലേക്ക് മാതാവ് ഉയർത്തപ്പെടുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് എലീശ പുണ്യവതി മാതാവിനെ കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തു. സോ ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദി ഹോളി റോസറി ആൻഡ് ദി ഹെയിൽ മേരി. ഇത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കാണുന്നുണ്ട് ദ ട്രിനിറ്റേറിയൻ ഡോക്സോളജി. ഓൾ ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ വളരെ പെട്ടെന്ന് ചൊല്ലിപ്പോകുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ആ റിയൽ പർപ്പസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. എങ്ങനെയും തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 10 നന്മ നിറഞ്ഞ മറിയമേ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ ചൊല്ലി നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോകും. അങ്ങനെയല്ല. എന്താണത്? നമ്മുടെ എല്ലാ ക്രിസ്ത്യൻ പ്രെയറിൻ്റെയും ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു എക്സോൾട്ട് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. ആ ത്രിത്വൈക ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ പ്രാർത്ഥന. ഇറ്റ് ഈസ് ജീസസ് ഹു ലീഡ്സ് അസ് ടു ദ ഫാദർ ത്രൂ ദ സ്പിരിറ്റ്. അപ്പോൾ ഓൾ ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് റെഫറൻസോടുകൂടി, ഇറ്റ് ഈസ് എ ഡോക്സോളജി, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് അവർ പ്രെയർ. അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു കം ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. അപ്പോൾ നമുക്ക് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, ഇറ്റ് ഗിവ്സ് അസ് എ ടാബോർ എക്സ്പീരിയൻസ്. നമുക്കറിയാം, ഈശോ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് കിട്ടിയ ഒരു അനുഭവം, യോഹന്നാനും പത്രോസും യാക്കോബും പറഞ്ഞു, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കാം. വെൻ ദേ കം ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ ട്രിനിറ്റേറിയൻ ഗോഡ്, അവിടെ വെച്ച് നമുക്കറിയാം ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് അവിടെ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ജോൺ ആൻഡ് ജേക്കബ് ആൻഡ് പീറ്റർ സെഡ്, ഇറ്റ് ഈസ് സോ നൈസ് ടു ബി ഹിയർ, ലെറ്റ് us build 3 tents എന്ന് പറയുന്നുണ്ട്. അതേ ഒരു അനുഭവത്തിലേക്ക്, അതിൻ്റെ ഒരു മുന്നാസ്വാദനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ട്രിനിറ്റേറിയൻ ഡോക്സോളജി നമ്മൾ ചെല്ലേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ചൊല്ലി, പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ അതങ്ങനെ ചെല്ലേണ്ട ഒരു സാധനമല്ല. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് അഡോറേഷൻ ടു ദ ട്രിനിറ്റേറിയൻ ഗോഡ്. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ടു ദ ഫാദർ ത്രൂ ക്രൈസ്റ്റ് ഇൻ സ്പിരിറ്റ്. ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഗ്ലോറിയ ചെല്ലുമ്പോൾ നമ്മൾ, ഇറ്റ് ഈസ് ദ ട്രിനിറ്റേറിയൻ സ്ട്രക്ചർ ഓഫ് ദ ക്രിസ്ത്യൻ പ്രെയർ. അത് വളരെ പതുക്കെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെല്ലേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതാണ് റോസറിയുടെ അന്തസത്ത. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. റോസറി എന്ന് പറയുന്നത്, വിശുദ്ധ പാതിരിയൊക്കെ പെരിയൊക്കെ പറയും, ഇറ്റ് ഈസ് ദ വെപ്പൺ. ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, റോസറി ആർക്കാണ് നൽകപ്പെട്ടത്? വിശുദ്ധ ഡൊമിനിക്കിനാണ് നൽകപ്പെട്ടത്. വിശുദ്ധ ഡൊമിനിക്കിന് നൽകുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി പാഷണ്ഡതകളുണ്ടായിരുന്നു. ദർ വർ സോ മെനി ഹെരസീസ്. ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ കുറേ തത്വങ്ങളും കുറേ ചിന്താഗതികളും കുറേ ധാരകളും കുറേ പ്രസ്ഥാനങ്ങളും ഇറങ്ങി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിനെയാണ് പാഷണ്ഡതകളെന്ന് പറയുന്നത്. ആ ഹെരസീസ് വരുമ്പോൾ സ്വർഗം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായൊരു വെപ്പണാണ് റോസറി. ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസമൊക്കെ ഒത്തിരി ചോദ്യം ചെയ്യപ്പെടുന്ന പല ഹെരസീസിൻ്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. സയൻസ് ഓവർടേക്ക് ചെയ്യുന്നു, റാഷണലിസം ടേക്സ് ഓവർ, എത്തീസം ടേക്സ് ഓവർ. ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും, ന്യൂ ഏജ് മൂവ്മെൻറ്റ്സ് ടേക്ക് ഓവർ. ദൈവമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം ദൈവമാണ്. അങ്ങനെ എല്ലാത്തിനെയും ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ അരൂപിയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഈ റോസറിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വൈ ഷുഡൻ വി ഗോ ബാക്ക് ടു ദ റോസറി ഡ്യൂറിങ് ദീസ് ടൈംസ്? യെസ്, വി ഹാവ് ടു. കാരണം അതാണ് മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ എല്ലായിടത്തും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺടെംപ്ലേറ്റീവ് പ്രെയർ ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഈ ഒക്ടോബറിൽ നമുക്ക് ഉടനീളം
ഈ ഒരു ജപമാലയുടെ അന്തസത്ത മനസ്സിലാക്കി ആ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ആ ഒരു ധ്യാനത്തിൻ്റെ അരൂപിയിൽ നമുക്ക് ചെല്ലാം. മാതാവ് നമ്മളെ അനുഗ്രഹിക്കും. May God bless you all. All glory be to the Father and to the Son and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen.